എല്ലാം ചേട്ടൻ പറഞ്ഞ അളവിലാണ് എടുത്തു വെച്ചേക്കണം. ഇനി കുറച്ച് കൂടിയ കുറഞ്ഞ പോയാൽ പണിയാവേ ലച്ചു. സത്യം പറഞ്ഞ അമ്മായി, ഞാൻ അടിപൊളിയായിട്ട് ഞാൻ റോസ്റ്റ് ഉണ്ടാക്കും. അത് വേണം. 10,500 രൂപയുടെ സാധനമാണ്. റിസ്ക് എടുക്കാൻ വയ്യ. അമ്മായി സംഭവമൊക്കെ ശരി തന്നെ. ചിറ്റപ്പം കുക്ക് ചെയ്യുന്നൊക്കെ എനിക്കും അറിയാം. പക്ഷേ ഈ കണ്ണൂർ സ്റ്റൈല് മുളകിട്ട് പറ്റിച്ച കറി എന്നൊക്കെ പറയുമ്പോ പക്ഷെ ചിറ്റപ്പം പറ്റാത്ത കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാറില്ല. പെട്ടെന്ന് റെഡി ആയിരുന്നെങ്കിൽ കർമ്മ തിന്നായിരുന്നു. പണ്ട് ഇതേപോലെ കറുമുറ ഞണ്ട് തിന്നോണ്ടിരുന്നപ്പോ ഞണ്ടിന്റെ മുള്ള് മോണയില് പൊത്ത് കയറിയത് ഓർമ്മയുണ്ടാ? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ചിറ്റപ്പൻ രണ്ടില് തൊടത്ത് പോലും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ചേട്ടൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. അന്ന് തലക്കറി വെച്ച ഓർമ്മയില്ലേ ഇതൊരു ടേസ്റ്റ് ആയിരുന്നത്. അച്ഛൻ എല്ലാ കാര്യത്തിലും നൈപുണ്യം ഉള്ളവനല്ലേ. ആ ലക്ഷ്മി ദേവി മാത്രം അച്ഛനെ കടാക്ഷിച്ചില്ല. ലക്ഷ്മി ദേവിയാ? ധനം മാത്രം അച്ഛന്റെ ഫ്രണ്ടിൽ വരുമ്പോ മുഖം തിരിഞ്ഞ് ഇങ്ങോട്ട് നിപ്പ. അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലേ ആ മനുഷ്യൻ എന്നിലാണ് പ്രതീക്ഷ. ഓ പിന്നെ നിന്നില് മാത്രമേ ഉള്ളൂ പ്രതീക്ഷ. ഒന്ന് പോടാ, മറ്റേ വലിയവനാവണ്ട്. തീരെ പ്രതീക്ഷയില്ലല്ലേ? ഇല്ല. ഇഞ്ചി, തക്കാളി, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, സവാള എല്ലാം ഉണ്ടല്ലോ. എന്തോ വിഭവസമൃദ്ധമായിട്ട് ഉണ്ടാക്കാൻ പോലുള്ള പരിപാടിയാണെന്ന് തോന്നല്ല. അല്ല ബാസ്യങ്ങളെ, അമ്മ ഇപ്പൊ തിരക്കാണല്ലോ. പഴയതുപോലെ അമ്മയ്ക്ക് സമയമൊന്നും ഇല്ലല്ലോ. ഓ പണ്ട് അമ്മ സമയം വാങ്ങിച്ചോടെ വച്ചിരുന്ന കിലോ കണക്കിന്. അതല്ല, അമ്മ ഇപ്പൊ ഓഫീസിലെ വലിയ മാനേജറൊക്കെ ആണല്ലോ. അപ്പൊ നേരത്തെ എണീറ്റ് പോകുന്നതുകൊണ്ടേ പോരാത്തന്നെ ഇവിടെ ഇപ്പൊ അംഗസംഖ്യയും കൂടി. അപ്പൊ നമുക്ക് ഇതേപോലെ സമയം കിട്ടുമ്പോഴത്തേക്ക് ഇതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ നന്നാക്കി ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അതാണ്. അപ്പൊ ഒരു കാര്യം പറയട്ടാ, ലച്ചു മോള് പറഞ്ഞതെല്ലാം ഞാൻ അതുപോലെ അങ്ങ് വിശ്വസിക്കും. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞത് കേട്ടാ. പിന്നെ ഗൗരി എന്തൊരു മിണ്ടാട്ടല്ലാതിരിക്കണേ. മറ്റേ 5000 രൂപ വേണ്ടേ? പിന്നെ വേണ്ട അണ്ണാ. വേണം. ആ എടുക്കാം. തരൂല്ലോ അല്ലേ? തരൂലേ? പിന്നെ അടുത്ത മാസം എടുത്താ പോരെ മോളെ 5000 രൂപ? അടുത്ത മാസം മതി, പക്ഷെ തരണം. തരൂലേ? പിന്നെ തരണം. വിശ്വാസല്ലേ ഇപ്പൊ നോക്കി ചേട്ടാ ചുമ്മാ ശ്രീകുട്ട ജംഗ്ഷനിൽ പോയിട്ട് പെട്ടെന്ന് വന്ന ജംഗ്ഷനിൽ ഞാൻ ചെന്ന് നിന്നപ്പോ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞാൻ കുറെ നേരം നിൽക്കാനുള്ളതാണ്. അങ്ങനെ നിന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് നിങ്ങൾ ഓർമ്മ വന്നു, കാണണം തോന്നി പോന്നു. എന്ത് ഞാൻ ഇവിടെ ഇപ്പൊ വന്ന തെറ്റായി പോയാ? ഇവിടെ എപ്പോഴാണോ വന്നിവിടെ? ഞങ്ങളിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ പറയും ബാസിമാമനെ കാണാനില്ലല്ലോ, ബാസിമാമനെ കാണാനില്ലല്ലോ. ബാസിമാമൻ തന്നെയാടേ പറയണത്. അതാ എന്തോന്നണ്ണ, പിന്നെ അല്ല എന്തോന്ന് പറയാൻ വേണ്ടി വെറുതെ പറഞ്ഞത്. ഞാൻ പോട്ടാ, നിങ്ങളുടെ പരിപാടികളൊക്കെ നടക്കട്ടെ. എന്തോന്ന് പരിപാടി? അല്ല മൊത്തത്തിലുള്ള കാര്യങ്ങളെ ഒക്കെ നടക്കട്ടെ. പിന്നെ ഗൗരി ഞാൻ പറഞ്ഞ മറ്റത് പിന്നെ ഇടയ്ക്ക് വിളിച്ചാൽ മതി പൈസ. ഓ പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ സാധനം കൊണ്ടുവരാം. ഓ പോട്ടാ ശ്രീ. ഡേയ് മകളെ ഇത് കഴിവിയാത് ഇവിടെ ഇവിടെ തക്കാളി ചേച്ചി കൈ അപ്പച്ചോ. അത് എന്തോന്ന് പറഞ്ഞ പോലെ പറഞ്ഞു. എന്തോന്ന് പറഞ്ഞതുപോലെ പറഞ്ഞേന്ന്. അത് പൈസ കാര്യം. പിന്നെ മറ്റേ സാധനം കൊണ്ടുവരാന്ന് പറഞ്ഞ എന്താണ്? പറഞ്ഞ പോലെ സാധനം കൊണ്ടുവരാന്ന് പറഞ്ഞില്ല, അതെന്തോന്നു? അത് കാട്ടുനെല്ലിക്ക. കാട്ടുനെല്ലിക്ക കൊണ്ടുവരാൻ അങ്ങനെ എന്തോന്നു? ടാർസനാ? ടാർസന്റെ ശ്രീയേട്ടനല്ലേ? നല്ല നീക്ക് കറുത്തിരുന്ന ഞണ്ട് പുഴുങ്ങിയപ്പം ചോപ്പായി. ഇനി കറി വെക്കുമ്പോ വേറെ കളറാവും. അതാണ് നെയ്യാറ്റിൻകര ചിറ്റപ്പന്റെ ഓരോരോ കളികൾ. ഇതല്ലേലും അങ്ങനെ തന്നെയല്ലേ? അച്ഛൻ വെക്കുമ്പോ അങ്ങനെ തന്നെയല്ലേ? പറയണതനുസരിച്ചാ മതി. പേടിച്ചു പോയത് ദൈവമേ.